നിങ്ങൾക്ക് എന്താണ് ഒരു ബ്രൗസർ എന്നൊക്കെ അറിയില്ലേ? ഇതിൽ നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ സിലബസിൽ വരുന്നത് HTML ബേസിക് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ബേസിക് HTML ടൂൾസ്, ബേസിക് HTML ടൂൾസ്. അതിലിപ്പോൾ പറയുന്നത് HTML എഡിറ്റർ. HTML എഡിറ്റർ എന്താണെന്നാണ് പറയുന്നത്, എന്താണെന്ന് ഒന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങൾ HTML എഡിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് ടെക്സ്റ്റ് എഡിറ്ററും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? HTML എഡിറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏത് ടെക്സ്റ്റ് എഡിറ്റർ, ഇപ്പോൾ വിൻഡോസിലൊക്കെ ആണെങ്കിൽ നോട്ട് പാഡ്, മറ്റേ ലിനക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ് ടെക്സ്റ്റ് എഡിറ്റർ? അതിൻ്റെ പേരൊക്കെ ഞാൻ വിട്ടുപോയി. അങ്ങനെ കുറേ, ഏത് ടെക്സ്റ്റ് എഡിറ്ററും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? HTML എഡിറ്ററായിട്ട് യൂസ് ചെയ്യാം. ഇത് HTML എഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒരു HTMLൻ്റെ കമാൻഡ്സും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിട്ട് HTML ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന എഡിറ്ററിനെയാണ് HTML എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഏത് ടെക്സ്റ്റ് എഡിറ്ററിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? HTML എഡിറ്ററായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ദെൻ വെബ് ബ്രൗസർ. എന്താ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ സാധാരണ എങ്ങനെയാണ് ഒരു വെബ് പേജ് നമ്മളിപ്പോൾ ചെയ്യുന്നത്? എൻ്റെ സിസ്റ്റത്തിൽ തന്നെയാണല്ലേ ഞാൻ ഇതെല്ലാം സേവ് ചെയ്യുന്നത്. എൻ്റെ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ഫോൾഡറിലാണ് ഞാൻ എൻ്റെ ഫയൽ സേവ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാൻ HTML എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്താണ് എൻ്റെ എല്ലാ ഫയൽസും ഞാൻ സേവ് ചെയ്യുന്നത്. ഇപ്പോൾ HTML ജസ്റ്റ് ഒരു ഫോൾഡർ നെയിമാണ് HTML. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ കുറേ ഇമേജസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. Sky1 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ? പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, എനിക്ക് എന്താ ഇമേജ് കിട്ടാത്തതെന്ന് ചോദിച്ചു വരും. എൻ്റെ റീസൺ എന്താണ്? നിങ്ങൾ ചെയ്ത പേജിൽ ഇവിടെ കണ്ടോ, ഞാൻ എല്ലാം ഒരേ സെയിം ഇതിൽ തന്നെയാണ്, ഫോൾഡറിൽ തന്നെയാണ് സേവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഡിഫറെൻറ്റ് ഫോൾഡറിലാണ് സേവ് ചെയ്തത്. അതായത് ആ പേജും എൻ്റെ പേജസും അതിൽ ലോഡ് ചെയ്യേണ്ട ഇമേജസും എല്ലാം ഞാൻ സെയിം ഫോൾഡറിൽ തന്നെയാണ് സേവ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ അതിൻ്റെ പേര് വെച്ചിട്ട്, നിങ്ങൾ പേരാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് സെയിം ഫോൾഡറിൽ തന്നെ, അതായത് നമ്മളത് സോഴ്സ് ആട്രിബ്യൂട്ട്. ഇപ്പോൾ ഇതിൽ കണ്ടോ, ഇപ്പോൾ ബോഡീൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ sky2.jpg എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ കൊടുത്തിരിക്കുന്നത് നമ്മൾ നെയിം മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ, ഇമേജിൻ്റെ നെയിം മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളവിടെ അത് സെയിം ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫയല് വേറെ ഏതെങ്കിലും ഫോൾഡറിലാണ്, ഇപ്പോൾ സപ്പോസ് ഈ സ്കൈ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ കൊണ്ടുപോയിടണം. വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ്റെ പാത്ത് മൊത്തം നിങ്ങളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എങ്കിലേ അത് വരുള്ളൂ. സ്കൈ ഉണ്ടോ? ഞാനിപ്പോൾ ഇവിടെ ഇതിൽ സ്കൈ ആണ് റെഫർ ചെയ്തിരിക്കുന്നത്, sky.jpg. പക്ഷെ അതിപ്പോൾ ഈ ഫോൾഡറിലില്ല. ഈ ഫോൾഡറിലിപ്പോൾ സ്കൈ എന്ന് പറയുന്ന ഫയൽ ഇല്ല. എന്താ സംഭവിക്കുക? നമ്മളതിനെ ഇത് കണ്ടോ, ആ ഇമേജ് അവിടെ ലോഡായില്ലേ, അത് വരില്ല. അതായത് അപ്പം ഇനി നമുക്കത് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ സ്കൈ എന്ന് പറയുന്ന ഇമേജ് കിടക്കുന്നത് ഇപ്പം എൻ്റെ ഡെസ്ക്ടോപ്പിലാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക, ഇവിടെ കണ്ടോ പാത്ത് കിടക്കുന്ന ലൊക്കേഷൻ കിടക്കുന്നുണ്ടോ? അത് ലൊക്കേഷൻ കോപ്പി ചെയ്യാം.
അത് ഇവിടെ കിടന്നിട്ട് sky.jpg എന്നിട്ട് ആ ഫുൾ പാത്ത് കൊടുക്കുക. സെയിം ഫോൾഡറിലാണെങ്കിൽ നമുക്ക് ആ നെയിം വെച്ച് അതിനെ രണ്ടും, അതായത് നിങ്ങളുടെ HTML ഫയലും ഇമേജസും സെയിം ഫോൾഡറിലാണെങ്കിൽ നമുക്കത് ആ നെയിം വെച്ച് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫറെൻറ്റ് ഫോൾഡറിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് പാത്ത് കൊടുക്കണം എങ്കിലുള്ളത് ലോഡാവുക. കണ്ടോ? അപ്പോൾ ഇനി ഇത്തരത്തിലുള്ളത് ആവർത്തിക്കരുത് കേട്ടോ. ഇപ്പം അതിൻ്റെ രണ്ടിൻ്റെയും സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇമേജ് ലോഡാവാത്തത് എന്നുള്ളതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തന്നു. ഇനി അങ്ങനെയാണ് ലോഡായില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാത്ത് തരുന്നതും കൊടുക്കുന്നതും ഞാൻ പറഞ്ഞു. ഓക്കെ. പിന്നെ ഇനി വരുന്നത് ഇപ്പം നമ്മൾ വെബ് ബ്രൗസറിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. വെബ് ബ്രൗസറിൽ എന്താ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ, സാധാരണ ഇപ്പം നിങ്ങൾ നോക്കുക, ഈ മോസില്ല എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസറാണ്. അപ്പോൾ നമ്മുടെ HTML പേജ് പ്രോസസ്സ് ചെയ്യുന്നതും അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? അതാണ് ഒരു വെബ് ബ്രൗസർ. ഇതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, ഇപ്പം എൻ്റെ ഈ ഫയൽ കിടക്കുന്നത് ഈ HTML എന്ന് പറയുന്ന ഫോൾഡറിലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അതായത് ഈ ഫയലിൻ്റെ അഡ്രസ്സ്, അതായത് മൈ ഫസ്റ്റ് പേജ് ൻ്റെ അഡ്രസ്സ് ലൊക്കേഷൻ നോക്കുക. ഇതിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത് ഇങ്ങനെയാണ്, ഇതിലാണ് ആ ഫയൽ കിടക്കുന്നത്. അപ്പോൾ ഈ ലൊക്കേഷനിൽ ഈ പേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ വെബ് ബ്രൗസറിൽ പോയിട്ട് അതിൻ്റെ അഡ്രസ് ടാബിൽ പോയിട്ട് ഇതാണ് നമ്മുടെ ഒരു വെബ് ബ്രൗസറിൻ്റെ അഡ്രസ് ടാബ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ പോയിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്താലേ ഉള്ളൂ എന്ത് ചെയ്യാം, ആ ഒരു പേജ് നമുക്ക് ലോഡാവുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ലൊക്കേഷൻ കിടക്കുന്നത് എൻ്റെ സെയിം ഫോൾഡറിൽ തന്നെയാണ്. ഇനി അതുകൊണ്ട് എനിക്ക് നെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നെറ്റ് കണക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, എൻ്റെ സെയിം സിസ്റ്റത്തിലാണ് ഇത് കിടക്കുന്നത്. എൻ്റെ സി ഡ്രൈവിൽ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത്, അനില എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത്, ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത്, HTML എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് ഈ ഒരു പേജ് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ സിസ്റ്റത്തിൽ ഇരുന്നിട്ട് എൻ്റെ സിസ്റ്റത്തിലൊരു ഫയൽ എനിക്ക് വെബ് ബ്രൗസറിൽ ആക്സസ് ചെയ്യാൻ കഴിയും. എന്നാൽ വേറൊരു സിസ്റ്റത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലോ, വേറെ എവിടെയോ കിടക്കുന്നപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടോ, ഇപ്പം എന്താണ് ഗൂഗിള് ഒക്കെ എടുക്കുന്നുണ്ടല്ലേ, ഇതാണ് അതിൻ്റെ അഡ്രസ് ടാബ്. ഇവിടെയാണ് നമ്മളൊരു പേജിൻ്റെ അഡ്രസ്സ് കൊടുക്കേണ്ടത്, ഇവിടെയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ വേറെ എവിടേക്കേ കിടക്കുന്ന ഒരു പേജിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അഡ്രസ്സാണ് ഇത്. ഒരുപാട് ഇതിലെന്താ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ, കുറേ ഇതിന് പറയും query string എന്നൊക്കെ പറയും കേട്ടോ, കുറേ ഇൻഫോർമേഷനൊക്കെ പാസ് ചെയ്യാം നമുക്ക്. ഇതാണ് ശരിക്കും അതിൻ്റെ www.google.co.in, ഇതാണ് അതിൻ്റെ അഡ്രസ്സ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ സെർച്ച് ചെയ്യേണ്ട query ടെക്സ്റ്റാണ്. കണ്ടോ, ഡോക്യുമെൻറ്റ് ടൈപ്പ് ഇൻ HTML. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് വിട്ടുപോയൊരു സംഭവം, ഞാൻ മറന്നുപോയത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണത്, ഇതൊക്കെ എക്സ്ട്രാ അഡീഷണൽ ഇൻഫോർമേഷനാണ്. അതായത് ആ പേജിലേക്ക് വേണ്ട അവരുടെ ഇൻറ്റേർണൽ പർപ്പസിന് വേണ്ടിയിട്ട് പാസ് ചെയ്യുന്ന അഡീഷണൽ ഇൻഫോർമേഷനാണ് ഇത്. ഇതിനെ പറയുക query string എന്നാണ്. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കണ്ടോ, ഇതൊക്കെ query stringനാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി കൂടുതൽ വരുമ്പോൾ ആവശ്യമുള്ളൂ, ഇപ്പം നിങ്ങൾക്കൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇത്രയേ ഉള്ളൂ. പിന്നെ ആ പേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ട അഡീഷണൽ ഇൻഫോർമേഷനാണ് ഇവിടുന്ന് അങ്ങോട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെബ് ബ്രൗസറിൻ്റെ
അതായത് നമ്മുടെ HTML പേജ് HTML കമാൻഡ്സ് എന്ന് പറയാം. ഈ HTML കമാൻഡ്സ് ഏതെങ്കിലും ഒരു ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യും? നമുക്ക് വെബ് ബ്രൗസർ വെച്ചിട്ടാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത്? ഡിസ്പ്ലേ ചെയ്യുന്നതല്ലേ? വെബ് ബ്രൗസറിലാണത് ഡിസ്പ്ലേ ആകുന്നത്. നിങ്ങൾക്കറിയാവുന്ന വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാണ്? മൊസില്ല ഫയർഫോക്സ് അറിയുണ്ടാവില്ലേ? പിന്നെ ഏതാണ്? ക്രോം, ഗൂഗിൾ ക്രോം. പിന്നെ ഏതൊക്കെയാണ്? എക്സ്പ്ലോറർ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. പിന്നെ ഏതൊക്കെയാണ്? ഒപ്പേര. പിന്നെ ഏതൊക്കെയാണ്? വേറെയും കുറേ ഉണ്ടല്ലോ. ഒരുപാട് വെബ് ബ്രൗസേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? എന്ത് തരം ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം? അതായത് HTML ഡോക്യുമെന്റ്സിനെ പ്രോസസ്സ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും കഴിയുന്ന തരം ആപ്ലിക്കേഷൻസ് ആണ് എന്ത്? വെബ് ബ്രൗസേഴ്സ്. നമുക്കൊരു വെബ് പേജ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെബ് ബ്രൗസേഴ്സ് വേണം. അപ്പോൾ അത് നമ്മുടെ ഈ HTML കമാൻഡ്സിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ ഡിസ്പ്ലേ ചെയ്യലാണ് വെബ് ബ്രൗസേഴ്സിൻ്റെ ജോലി. ഈ HTML ഡോക്യുമെൻറ്റ്സിലേക്ക് തന്നെ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? CSS ആഡ് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം. ഇതൊക്കെ എന്തിനാണെന്നുള്ളത്. പിന്നെ ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഇതിപ്പോൾ നിങ്ങൾ പ്ലെയിൻ HTML, നിങ്ങളിപ്പോൾ ഇത് ഫുൾ ചെയ്യുന്നത് പ്ലെയിൻ HTML ആണ്. ഇത് മാത്രം ഉള്ളത് കൊണ്ട് നമുക്കൊരു ശരിക്കും ഒരു നല്ലൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഒന്നും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഈ ഓൺലി HTML കോഡ് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഇൻട്രാക്റ്റീവ് വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഇൻട്രാക്റ്റീവ് വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് യൂസർ എന്തെങ്കിലും കൊടുക്കുന്നതിനനുസരിച്ച് ഉടനെ തന്നെ റെസ്പോൺസ് കിട്ടുന്ന തരം വെബ് പേജുകളെയാണ് ഇൻട്രാക്റ്റീവ് വെബ് പേജ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഓൺലി HTML കോഡ് വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതിന് വേറെ കുറേ സപ്പോർട്ടീവ് കോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോഡ് ഫയൽ എന്നൊക്കെ പറയാം. കോഡ് ഫയൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനത്തെ സംഭവമാണ് CSS എന്ന് പറഞ്ഞാൽ അഡീഷണൽ എന്തിനു വേണ്ടിയിട്ടാണ്? അഡീഷണൽ സ്റ്റൈൽ. ഈ HTML കോഡ് അല്ലാണ്ട് അതിൽ നമുക്ക് തരുന്ന കുറച്ച് കാര്യങ്ങളല്ലാണ്ട് കൂടുതൽ നമുക്ക് അഡീഷണൽ സ്റ്റൈൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് CSS യൂസ് ചെയ്ത് നമ്മൾ CSS ഫയലിൽ അഡീഷണൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് HTMLും CSSും കൂടെ ആഡ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പിന്നെ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ റെസ്പോൺസീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ് പേജ് കുറച്ചും കൂടെ റെസ്പോൺസീവ് ഒക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റാണ്. ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റാണ്. പിന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? C++, C#, VB, വിഷ്വൽ ബേസിക്. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ ജാവ, നിങ്ങൾക്ക് PHP. ഇതൊക്കെ എന്താണ്? സെർവർ സൈഡ് സ്ക്രിപ്റ്റുകളാണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റും എന്താണ്? ക്ലയൻറ്റ് സൈഡ്. ഇത് നിങ്ങൾക്ക് ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട. നിങ്ങൾ വെബ് ബ്രൗസർ എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. അതായത് ഇതിപ്പോൾ നമ്മുടെ ഈ സെർവർ എവിടെയോ ആണ് ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അമേരിക്കയിലാണെന്ന് വിചാരിച്ചു. ഈ അവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു വെബ്സൈറ്റ്
എന്താണ് മൈ വെബ്സൈറ്റ്. അതിൽ നിങ്ങൾ മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഇവിടെ ഇതിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇതിനെ നിങ്ങൾ ആക്സസ് ചെയ്യണം. നിങ്ങളിവിടെ എവിടെയാണ്? കേരളയിൽ ഇരുന്ന് ആക്സസ് ചെയ്യണം. കേരള സംതിങ് കേരള. അത് നിങ്ങൾ ക്രോം വെബ് ബ്രൗസർ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അതിൻ്റെ അഡ്രസ് ടാബിൽ നിങ്ങൾ മൈ വെബ്സൈറ്റ് www.mywebsite.com ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ കൊടുക്കുന്ന ഈ www.mywebsite.com എന്നുള്ള ഈ അഡ്രസ്സിന് നേരെ ഒരു IP അഡ്രസ്സ് ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യഥാർത്ഥ ഇതിൻ്റെ ഈ സെർവറിൻ്റെ അഡ്രസ്സായിട്ട് IP അഡ്രസ്സായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ആ IP അഡ്രസ്സ് എവിടെയാണോ ഫൈൻഡ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടെത്തും. അത് ഇങ്ങനെ ഈ ഇവിടെ നിന്നുള്ള ഈ ഒരു അഡ്രസ് റെസൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങളുടെ അതിൽ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ സിലബസിൽ തന്നെ പഠിക്കുന്നുണ്ട് എങ്ങനെയാണിത് അഡ്രസ് റെസൊല്യൂഷൻ നടക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന ഈ അഡ്രസ്സിൽ കൊടുക്കുന്ന ഈ റിക്വസ്റ്റ് കറക്റ്റായിട്ട് ഇവിടെ തന്നെ എത്തുന്നത്, അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് എന്തായാലും ഇവിടെ എത്തുന്നു. എന്നിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പേജ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇവിടേക്ക് വരിക. ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരിക. നിങ്ങളുടെ ഈ സാധാരണ ഈ വെബ് പേജിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ HTML കോഡ് ഉണ്ടായിരിക്കും, CSS കോഡ് ഉണ്ടായിരിക്കും, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും, ദെൻ ഉണ്ടായിരിക്കുക എന്താണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഓർ jQuery എന്നും പറയും കേട്ടോ. jQuery ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ദെൻ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഏതെങ്കിലും സ്ക്രിപ്റ്റ് C#, PHP, Java, C, C++, whatever VB, any സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. സപ്പോസ് നമ്മൾ PHP ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇത്രയും നിങ്ങളുടെ ഒരു വെബ് പേജിൽ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ആ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്നത് നിങ്ങളുടെ വെബ് ബ്രൗസറിലേക്ക് ലോഡാവുന്നത് എന്തൊക്കെ കാര്യങ്ങൾ മാത്രമാണോ? HTML ലോഡാവും, HTML കോഡ് ലോഡാവും, CSS ലോഡാവും, ദെൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ലോഡാവും. നമ്മൾ സപ്പോസ് ജാവാസ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഇത്രയും ഈ ക്ലയൻറ്റിൽ, അതായത് നിങ്ങളുടെ ഈ വെബ് ബ്രൗസറിലേക്ക് ലോഡാവുള്ളൂ. ഈ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സെർവറായിട്ടുള്ള ഇവിടെ റൺ ചെയ്യാനുള്ളതാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. ഈ PHP ആണെന്നുണ്ടെങ്കിൽ സപ്പോസ് PHP ആണെന്നുണ്ടെങ്കിൽ PHP ഇവിടെ റൺ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് HTML ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ HTML ആണ് ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഈ ജാവാസ്ക്രിപ്റ്റും CSSും HTML എല്ലാം ഇങ്ങോട്ട് വരും, നിങ്ങൾക്ക് നമ്മുടെ വെബ് ബ്രൗസറിലോട്ട് വരും. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത് എവിടെയാണ്? വെബ് ബ്രൗസറിൽ വെച്ചിട്ടാണ്. വെബ് ബ്രൗസറിൽ നമുക്ക് പെട്ടെന്ന് ഇൻറ്ററാക്റ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടുന്നത് ജാവാസ്ക്രിപ്റ്റ് കോഡ് വെച്ചിട്ടാണ്. നിങ്ങളുടെ വെബ് പേജ് വളരെ ഇൻറ്ററാക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ യൂസ് ജാവാസ്ക്രിപ്റ്റ്. നല്ല സ്റ്റൈലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് CSS. ഓക്കെ, HTML മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ വെബ് ബ്രൗസർ എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇൻസ്പെക്റ്റിലോട്ട് പോയി നോക്കാം. ഇത് കണ്ടോ, ഇതൊക്കെ CSS ആ കണ്ടോ, .CSS ഇവിടെ ലോഡ് അയക്കുന്നുണ്ടോ? അവരുടെ ഓരോന്നിൻ്റെയും ഓരോ എലമെൻറ്റിൻ്റെയും CSS അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഡിവിന് അപ്ലൈ ചെയ്തിരിക്കുന്ന CSS ഫയൽ ഇതാ. ഈ ഒരു CSS ഫയൽ ലോഡായിട്ടുണ്ട്.
w3schools27.css ഒരുപാട് CSS സ്റ്റൈലുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, അത് ലോഡായിട്ടുണ്ട്. പിന്നെ സോഴ്സസ് ഇത് കണ്ടോ, jQuery ആ ഒരു ഫയൽ ലോഡായിട്ടുണ്ട്. jQuery.js, content.index.js ഇതൊക്കെ അവരുടെ ജാവാസ്ക്രിപ്റ്റ് കോഡുകളാണ്, ജാവാസ്ക്രിപ്റ്റ് ഫയൽസാണ്. അതൊക്കെ ഇങ്ങോട്ട് ലോഡായിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവർ ഉപയോഗിക്കുന്ന സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഒന്നും ലോഡായിട്ടുണ്ടാവില്ല. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? അത് സെർവറിൽ റൺ ചെയ്തിട്ട്, അതായത് ഇപ്പോൾ നിങ്ങൾ എന്ത് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ, നിങ്ങളിപ്പോൾ ഒരു ഫോമിൽ നിങ്ങളൊരു ഈ ഫോം നിങ്ങളുടെ ഡാറ്റ ഫില്ല് ചെയ്തിട്ട് നെയിം, ടെക്സ്റ്റ് ബോക്സ്, ഏജ്, ടെക്സ്റ്റ് ബോക്സ്, ഇമെയിൽ, ടെക്സ്റ്റ് ബോക്സ്, ഇത്രയും കാര്യങ്ങൾ ഇത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണ്. ഈ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇതിലെ ഡാറ്റ നേരെ ഇത് എവിടെ നിന്നാണ്? ഇത് നമ്മുടെ ബ്രൗസറിലല്ലേ, മൊസില്ലയിൽ ലോഡായി ഈ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കണം. അത് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ നേരെ ഈ ഡാറ്റ മൊത്തം അങ്ങോട്ട് പോകും, സെർവറിലോട്ട് പോകും. നിങ്ങളുടെ വെബ്സൈറ്റ് അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണ്ട അവിടെ. അതാണ് നമ്മുടെ സെർവർ സൈഡ് കോഡ് ചെയ്യുന്നത്, PHP. ഈ ഡാറ്റേനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇപ്പോൾ ഡാറ്റാബേസിലുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാബേസ് ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഡാറ്റാബേസ് ഒക്കെ ഇവിടെ ഉണ്ടാവുക, നമ്മുടെ സെർവറിലുണ്ടായിരിക്കും. ഈ PHP കോഡ് എന്ത് ചെയ്യും? ഈ ഡാറ്റനെ ഇപ്പോൾ ഇവിടുന്ന് ഫോമിലേക്ക് വന്ന ഈ ഡാറ്റനെ നേരെ ഡാറ്റാബേസിലോട്ട് ഇൻവേർട്ട് ചെയ്യും. അതിനുള്ള കോഡൊക്കെ എന്തിലാണ് ചെയ്യുക? സെർവർ സൈഡ് കോഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതേപോലെ ഡാറ്റാബേസിൽ നിന്ന് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് PHP സെർവർ സൈഡ് കോഡ് ആവശ്യമാണ്. എന്നിട്ട് റിട്രീവ് ചെയ്തിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് HTML കൺവേർട്ട് ചെയ്തിട്ട് അഗെയിൻ CSS, പിന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്, അതായത് ജാവാസ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ഇതൊക്കെ ആയിട്ട് എന്ത് വരും? നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ നടക്കുന്നത്? ഇതിലിപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ പഠിക്കുന്നത് എന്താണ്? HTML കുറേ ബേസിക് എന്ന് പറയാൻ പറ്റില്ല, വളരെ ചെറിയൊരു കുറച്ച് കമൻസ് മാത്രമേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനാണ് എക്സ്ട്രാ. നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി എത്ര പഠിക്കാൻ കിടക്കണം.